ഇ ഓഫീസ് കിട്ടി, ചാടി പിടിച്ച് നമുക്ക് പണി തുടങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഏതാ ഈ പ്ലാനിങ് എന്നാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അഡ്രസ് ബാറിലേക്ക് വന്നിട്ടുണ്ട്. ഇതേ കിടക്കും, ഒന്നും കാണാനില്ല. ഇങ്ങനെ കാണിക്കുന്നതിന് 90% അതിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ഇല്ല എന്നായിരിക്കില്ല, നമ്മുടെ കണക്ഷൻ KSWAN അല്ലാത്തത് കൊണ്ടോ, ഇനി അഥവാ KSWAN ആണെങ്കിൽ തന്നെ അതിന്റെ സെറ്റിംഗ്സ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ചെയ്യുന്നത് evpn.kerala, ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. evpn.kerala.gov.in ചെല്ലാം. അവിടെ നമുക്ക് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ഹൈ സെക്യൂർ ക്ലയന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ആദ്യത്തെ ഓപ്ഷനാണ് ഇടതുവശത്ത് വെർച്വൽ വർക്ക്സ്പേസ് പോർട്ടൽ എന്ന് ഇടതുവശത്ത് കാണുന്നതിൽ ഏറ്റവും താഴത്തെ ഭാഗത്ത് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ഹൈ സെക്യൂർ പോർട്ടൽ എന്നൊരു സംഭവമുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യുക. സിമ്പിൾ ആണ്, ജസ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ചെയ്യുന്ന വളരെ നല്ല ഇന്റർനെറ്റ് ആയതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത സാധനം നമ്മൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അക്രൂസ് ഹൈ സെക്യൂർ ക്ലയന്റ് എന്ന് പറയുന്ന ഒരു കാര്യം കിട്ടും. അവിടെ നമ്മൾ ഹൈ സെക്യൂർ സെർവർ എന്നുള്ളതിൽ evpn.kerala.gov.in എന്ന് കൊടുക്കുക. പിന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം, യൂസർ നെയിമും പാസ്വേഡും. ഈ യൂസർ നെയിമും പാസ്വേഡും എന്താ, നമുക്ക് VPN ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇ ഓഫീസിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയോട് ചോദിക്കുക. അവർ പറഞ്ഞു തരും. നമുക്ക് ഇ ഓഫീസിൽ VPN സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. എന്റെ യൂസർ നെയിമും പാസ്വേഡും ആണ് ഞാൻ പഠിക്കുന്നത്. പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ലോഗിൻ ആകും. ഈ ഒരു പ്രോസസ്സ് കുറച്ച് സമയമെടുക്കും. ഇങ്ങനെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വരുന്നത് ഇങ്ങനൊരു പുതിയ വിൻഡോ വരും. ഇതിലൂടെ നമുക്ക് പ്ലാനിങ്ങിന്റെ ഈ ഓഫീസിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. പ്ലാനിങ് കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് കൊടുക്കുമ്പോൾ ഈ പ്ലാനിങ് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്യാം. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ക്രോം ആണ്. അതിന്റെ കാരണം കൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഓഫീസ് സ്യൂട്ടിനകത്തേക്ക് കയറും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് കിട്ടിയില്ല. അപ്പൊ നമ്മൾ evpn.kerala.gov.in പോകുന്നു. ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ഹൈ സെക്യൂർ ക്ലയന്റ്, വിൻഡോസിന്റെ ഐക്കൺ കാണിക്കുന്ന ആ ഭാഗത്ത് ചെല്ലുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്ത് ഈ VPN ക്ലയന്റ് സെറ്റപ്പ് എന്നുള്ളതിൽ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിൽ വരുന്നത് ഇങ്ങനെ അക്രൂസ് ഹൈ സെക്യൂർ ക്ലയന്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് നമ്മൾ ക്ലിക്ക് ചെയ്തു. പെട്ടെന്ന് മിസ്സായി പോകാതിരിക്കാൻ എന്തെങ്കിലും മാറ്റി ഇട്ടിട്ടുണ്ട്. സോ അക്രൂസ് ഹൈ സെക്യൂർ ക്ലയന്റ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് ലോഗിൻ ചെയ്യാനായിട്ട് പറയും. അവിടെ ഞാൻ ലോഗൗട്ട് ചെയ്ത് കാണിക്കാൻ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോഗിൻ ചെയ്യാനായിട്ട് പറയും. നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഹൈ സെക്യൂർ ക്ലയന്റ് എന്നുള്ളത് evpn.kerala.gov.in എന്ന് തന്നെ ഉപയോഗിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുള്ള VPN മിക്കവാറും നമ്മുടെ പേര് .pen number -kerala എന്നുള്ളത് തന്നെ ആയിരിക്കും. ഇൻ കേസ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസേഴ്സിനോടോ അല്ലെങ്കിൽ ഈ ഓഫീസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളോട് ചോദിക്കുക. അവരതിന്റെ മറ്റു കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. യൂസർ നെയിമും പാസ്വേഡ് എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞാൽ ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്ത ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഹൈ സെക്യൂർ ക്ലയന്റ് ഓപ്പൺ ആയിട്ട് വരും. ആ ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളുടെ ഇ ഓഫീസ് സ്യൂട്ട് ഏതാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് സാമ്പത്തിക സേവന കണക്ക് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ഈ പ്ലാനിങ് എന്നാണ് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ അഡ്രസ്സ്. സോ ഇവിടെ പോയിട്ട് നമുക്ക് പ്ലാനിങ് എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്യൂട്ട് കിട്ടും. ഞാൻ യൂസ് ചെയ്യുന്നത് ഇ ഓഫീസ് ക്രോമിലൂടെ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പരിചയം എന്ന ഓപ്ഷനിലേക്ക് വരും. സോ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഓഫീസ് സംവിധാനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു എന്നാണ് അർത്ഥം.